ഗൂഗിൾ മാപ്സ് യാത്രയുടെ ഭാഗമായതോടുകൂടി മൊബൈൽ ഫോണും ബൈക്കിൻ്റെ മുകളിൽ കയറി. ഡ്യൂക്ക് 250-ൽ ബിൽറ്റിനായിട്ട് USB-C പോർട്ടുള്ളതുകൊണ്ട് മൊബൈൽ അതിൽ കണക്ട് ചെയ്തിട്ട് ചാർജ് ചെയ്യുന്നു. മുന്നിൽ പോകുന്ന ബൈക്കുകാരൻ എങ്ങോട്ട് പോകും? ഹോൺ അടിച്ച് നോക്കാം. പുള്ളി തലതിരിച്ചു. ഓക്കെ, ഇൻഡിക്കേറ്റർ ഇട്ടു, ഹാൻഡ് സിഗ്നൽ കാണിച്ചു. വെരി ഗുഡ്. യെല്ലോഫിൻ ഇന്ത്യയുടെ വാട്ടർ പ്രൂഫ് മൊബൈൽ ഹോൾഡറാണ് ഉപയോഗിക്കുന്നത്. നല്ല സ്റ്റെർഡി ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. അതിൻ്റെ ജോലി കൃത്യമായി ചെയ്യുന്നുണ്ട്. പറയാൻ വന്ന കാര്യം അതൊന്നുമല്ല. ഒന്ന് ഫ്രഷ് ആവാനായി ഞാൻ ബൈക്ക് സൈഡിലേക്ക് ഒതുക്കി. പക്ഷേ മൊബൈൽ ചാർജ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ എൻ്റെ ബൈക്ക് ഓഫ് ചെയ്തില്ല. എൻജിൻ കീൽ സ്വിച്ച് ഓഫ് ചെയ്യുകയും ചെയ്തു. അപ്പോഴാണ് പണി കിട്ടിയത്. കുറച്ചു നേരം കഴിഞ്ഞ് ബൈക്ക് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയിട്ട് സ്റ്റാർട്ടാവുന്നില്ല. ബാറ്ററി ഇറങ്ങിപ്പോയി. ഭാഗ്യത്തിന് തൊട്ടപ്പുറത്ത് നിന്ന് R15 ഓടിച്ചൊരു പുള്ളിയെ വിളിച്ചു. വണ്ടി ഒന്ന് തള്ളാൻ സഹായിക്കാമോ എന്ന് ചോദിച്ചു. എങ്ങനെയെങ്കിലും സെക്കൻഡിലിട്ട് എടുത്തു വെക്കാം. പക്ഷേ എൻ്റെ വണ്ടിക്ക് സൈലൻസർ ഇല്ല. ഇതേപോലെ അണ്ടർബെല്ലി എക്സോസ്റ്റാണ്. പുള്ളി എവിടെ ചവിട്ടി തള്ളും? എൻ്റെ ബൈക്ക് ഫ്യൂൽ ഇഞ്ചക്ഷനാണ്. അതുപോലെ അതിന് സെൻട്രൽ സ്റ്റാൻഡുമില്ല. തള്ളിയെടുക്കുകയെ നിവർത്തിയുള്ളൂ. എന്തായാലും കുറച്ച് സ്പീഡായപ്പോൾ ഞാൻ വണ്ടി സെക്കൻഡിലേക്ക് ഇട്ട് ക്ലച്ചൊന്ന് വിട്ടു. ഭാഗ്യത്തിന് വാഹനം സ്റ്റാർട്ടായി. പുള്ളിക്ക് നന്ദി പറഞ്ഞ് ഞാൻ വീണ്ടും എൻ്റെ യാത്ര തുടർന്നു. ഇടയ്ക്ക് വെച്ച് ബാറ്ററി ചെക്ക് ചെയ്തപ്പോൾ ബാറ്ററി ചാർജ് ആവുന്നുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ലോങ് റൈഡ് പോകുന്ന ആളുകൾ എന്തായാലും നിങ്ങളുടെ വാഹനത്തിൻ്റെ ബാറ്ററിയുടെ ഹെൽത്ത് ചെക്ക് ചെയ്യുക. ഇതേപോലെ വാഹനം ഓണാക്കാതെ മൊബൈൽ ചാർജ് ചെയ്യാൻ നിൽക്കരുത്. പണി കിട്ടും. ഫ്യൂൽ ഇഞ്ചക്ഷൻ വാഹനമാണെങ്കിലും കിക്കർ ഇല്ലെങ്കിലും നമുക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ ഇതേപോലെ മറ്റൊരാളുടെ സഹായത്തോടെ വാഹനം സെക്കൻഡിലിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഒരു പ്രോബ്ലത്തിൽപ്പെട്ട ബൈക്കറെ സഹായിക്കാൻ തീർച്ചയായിട്ടും മറ്റൊരു ബൈക്കർ ഉണ്ടാകും. അപ്പോൾ സേഫായി റൈഡ് ചെയ്യൂ, സേഫായിരിക്കൂ. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം.